ശബരിമലയിൽ നിന്നും ദിവസം തോറും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ്. ഭഗവാൻ അയ്യപ്പന് കാണിക്കയായി ലഭിച്ച സ്വർണം നേരിട്ട് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സ്വർണ്ണ മോഷണമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. മാത്രമല്ല, സ്പോൺസർഷിപ്പിൻ്റെ പിന്നിൽ കോടികളുടെ കുംഭകോണം തന്നെ നടന്നിട്ടുണ്ടെന്ന് BJP ആരോപിക്കുകയാണ്. സ്വർണ്ണമോഷണത്തിലൂടെയും സ്പോൺസർഷിപ്പ് കൊള്ളയിലൂടെയും കോടികളാണ് കാലാകാലമായിട്ട് കവർന്നെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ കേവലം ചില ഇടനിലക്കാർ മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെയും ഭരണകൂടത്തിൻ്റെയും സഹകരണ സഹായത്തോടു കൂടിയാണ് ഈ മോഷണവും സ്പോൺസർഷിപ്പ് കൊള്ളയും ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ വിഹിതം ദേവസ്വം ബോർഡിലെ നേതാക്കന്മാർക്കും ലഭിച്ചിട്ടുണ്ട്, ഭരണകൂടത്തിലുള്ളവർക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശബരിമലയിൽ നടന്ന സ്വർണ്ണ മോഷണത്തെക്കുറിച്ചും സ്പോൺസർഷിപ്പ് തീവട്ടിക്കൊള്ളയെക്കുറിച്ചും CBI അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. മാത്രമല്ല, ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി തലസ്ഥാനം രാജിവെക്കണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ മോഷണത്തിനും കൊള്ളയ്ക്കും മുഴുവൻ കൂട്ടുനിന്ന ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടകർ അമ്പലക്കള്ളന്മാരാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടകർ അമ്പലക്കള്ളന്മാരാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നൊരു അഴിമതിയാണിത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാൻ സാധ്യമല്ല. ഇതിൻ്റെ അഴിമതി ശബരിമലയുമായി ബന്ധപ്പെട്ട തീവട്ടിക്കൊള്ള അല്ലെങ്കിൽ അഴിമതി ഇത് കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയെ കൊണ്ട് സമഗ്രമായി സത്യസന്ധമായി അന്വേഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി തന്നെ CBI തന്നെ അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നത്. വലിയൊരു കൊള്ള നടന്നിട്ടുള്ള, മോഷണം നടന്നിട്ടുള്ള 2019 ആ കാലത്തുള്ള ദേവസ്വം പ്രസിഡന്റിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തണം, കേസെടുക്കണം. അതോടൊപ്പം തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിക്കെതിരായിട്ടും ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ആ രണ്ടു പേരുടെയും പങ്ക് ഈ സ്വർണ്ണ മോഷണത്തിൽ വ്യക്തമാണ്. മാത്രമല്ല, അവർ ചെയ്തിട്ടുള്ളത് ക്രിമിനൽ കുറ്റമാണ്. ഇപ്പൊ ഒന്നുകൂടി പുറത്തു വരുന്നു. ഞങ്ങൾ മറ്റൊരു ഗൗരവതരമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുകയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തൊട്ട് മുന്നിലായിട്ട് ശബരിമലയിലെ സുപ്രധാനമായ രേഖകൾ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇതെല്ലാം പുറത്തു വരണം. മാത്രമല്ല, ഇപ്പോൾ നടന്നിട്ടുള്ള വിജയമല്യ കാണിക്കയായി കൊടുത്ത സ്വർണത്തിൻ്റെ മോഷണം മാത്രമല്ല, വിലപിടിപ്പുള്ള പലതും അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.
അതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് CBI അന്വേഷണം BJP ആവശ്യപ്പെടുന്നത്. ഇപ്പം ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടത്, ഈ 2009 ഈ വിജയമല്യ കൊടുത്തിട്ടുള്ള സ്വർണം എവിടെയാണ് എന്ന് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും വ്യക്തമാക്കണം. കാരണം വിജയമല്യ ശ്രീകോവിൽ സ്വർണം പൂശി, അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിലും അവർ സ്വർണം പൂശിയിട്ടുണ്ട്. പക്ഷേ 2019 അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ശബരിമല ക്ഷേത്രത്തിൻ്റെ രേഖയിലും ചെമ്പെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനിയും ഇത് ചെമ്പ് മാത്രമാണെന്ന് അവരുടെ CEO-യും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിജയമല്യ കൊടുത്ത സ്വർണ്ണം എവിടെ? നിങ്ങൾക്കൊരു മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതുപോലെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ തൂക്കി നോക്കിയിട്ടുണ്ട്. ചെന്നൈയിലെത്തിയപ്പോൾ അവിടെ ഈ ജോലി ഏറ്റെടുത്ത കമ്പനിയും തൂക്കി നോക്കിയിട്ടുണ്ട്. 4.5 കിലോഗ്രാമിൻ്റെ കുറവുണ്ട്. എന്തുകൊണ്ടാണ് ആ സമയത്ത് ഈ കുറവിനെ കുറിച്ച് അന്വേഷിക്കാൻ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും സംസ്ഥാന സർക്കാരും തയ്യാറാകാതിരുന്നത്? നമുക്കാർക്കും അറിയില്ല. പക്ഷേ ദേവസ്വം ബോർഡിനറിയാം. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ തൂക്കം 42.8 കിലോഗ്രാം ആയിരുന്നു. അത് ചെന്നൈയിലെത്തിയ സമയത്ത്